വിരണ്ടോടിയ പോത്ത് സ്വകാര്യ ഹോട്ടലിലേക്ക് ഓടിക്കയറി എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്കാണ് പോത്ത് ഓടിക്കയറിയത്. ഫയർഫോഴ്സ് സംഘം പോത്തിനെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. കയർ ഉപയോഗിച്ചതിനെ കെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നിഖിൽ പ്രമേഷ് അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരും. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് നിഖിൽ? നിഖിൽ പ്രമേഷിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. വിരണ്ടോടിയ പോത്താണ് സ്വകാര്യ ഹോട്ടലിലേക്ക് ഓടിക്കയറിയത്. ഏറെ നേരം പരിഭ്രാന്തി ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പോൾ ആ പോത്തിനെ പിടികൂടാൻ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കയർ ഉപയോഗിച്ച് അതിൻ്റെ പിൻഭാഗത്തെ രണ്ട് കാലുകളും കെട്ടിയിട്ടുണ്ട്. ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്ക് ഓടിക്കയറിയ പോത്തിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. നിഖിൽ പ്രമേഷ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്കായി നൽകും. പുതിയൊരു വിവരം കൂടി പുറത്തു വരുന്നത് ഈ വിരണ്ടോടിയ പോത്ത് വാഹനങ്ങളടക്കം തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ എന്താണ് നിഖിൽ? റീജിത്ത്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നഗരത്തിലെ പ്രമുഖ ഹോട്ടലായ ഇന്ദ്രപ്രസ്ഥയിലേക്ക് ഒരു പോത്ത് വിരണ്ടോടി കയറിയത്. അതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അതിനെ വരുതിയിലാക്കാൻ ഫയർഫോഴ്സ് സംഘത്തിനടക്കം കഴിഞ്ഞിട്ടില്ല. പുലർച്ചെ എത്തിയതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടുത്തെ ദൃക്സാക്ഷികൾ നമ്മളോടൊപ്പം ഉണ്ട്. താങ്കൾ ഇത് കണ്ടതാണോ? എത്ര മണിക്കാണ് സംഭവിച്ചത്? ഞാൻ 5 മണിക്ക് മുമ്പേ വന്നു കഴിഞ്ഞു. പക്ഷെ 5:15 ഞാൻ കണ്ടത്. നഗരത്തിൽ ഇത് വിരണ്ടോടുകയായിരുന്നു. അത് ഏതോ ചാടി വന്നതാണ്. ചാടി വന്ന ഒരു ഓട്ടോറിക്ഷ മൊത്തം തകർത്ത് നേരെ ഇതിന്റെ അകത്ത് കയറിയതാണ്. ഞാൻ ഡ്യൂട്ടിക്ക് വരികയാണേ. ഒരു 5:10 ഇവിടുത്തെ ജീവനക്കാരൻ. ഞാൻ ഇവിടുത്തെ ജീവനക്കാരാണ്. എൻ്റെ വീട് ചിറ്റൂരാണ്. ചുറ്റൂർ ഞാൻ ബസ് കയറി വന്ന് ഇവിടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൃശ്സാക്ഷി കണ്ടത്. സെക്യൂരിറ്റി ഞങ്ങൾ പോകേണ്ട, പോത്ത് വരണ്ടോടി നിൽക്കണം. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഒരു കാട്ടുപോത്തെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, പിന്നെ മൊത്തം അവിടെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടു കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടു. പിന്നെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയ പോത്താണ്. അത് ചാടി വന്നതാണ്. അവിടുന്ന് ഓടി വന്നതാണ്. അല്ല, നേരെ അവിടെ നിന്നത് ഫ്രണ്ടിലോട്ട് നിന്ന്. നിറയെ കാറുണ്ട്. ഞാൻ കാറിനെ തകർത്ത് വിചാരിച്ചു. പക്ഷെ കാറൊന്നും തകർത്തിട്ടില്ല. ഇതെന്തൊരു ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷെ അതിന് വഴിയറിയാതാണ് ഇങ്ങനെ ആയത്. ഇവിടെ ആരെങ്കിലും ആക്രമിക്കുക എന്തെങ്കിലും ചെയ്തു? ആരും ആക്രമിച്ചില്ല. ഈ പുലർച്ചയ്ക്ക് ആൾക്കാർ നടക്കാൻ പോകുന്ന ആൾക്കാരെ ഗസ്റ്റുകാർ ആരും ഇറങ്ങിയില്ല. ഈ ഭയന്നിട്ട് ആരും ഇറങ്ങിയില്ല. അങ്ങനെയാ കണ്ടതെന്ന്. ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ മുമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തട്ടിമറിച്ചിട്ട് ഓട്ടോക്കാരെ അവിടെ സൈഡിൽ ഇരിക്കണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടേജ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. വിജിത്ത്, എന്തായാലും ഇപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ സുരക്ഷിതമായി മറ്റെവിടത്തെങ്കിലും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് വിജയത്തിലേക്ക്, അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോഴും ഇതിനകത്ത് തന്നെ, ഈ ഹോട്ടലിനകത്ത് തന്നെ തുടരുകയാണ്. ഇന്ദ്രപ്രസ്ഥയുടെ അകത്ത് തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറേ സമയം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി മല്ലിട്ടതിന്റെ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പോത്തിനെ പിടികൂടിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. ഈ കയർ ഉപയോഗിച്ച് മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ഒക്കെ കാലുകൾ കൂട്ടിക്കെട്ടി അതിനെ പൂർണ്ണമായി വരുതിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിജിത്ത്, നമുക്കത് കാണാൻ കഴിയും. അത് കയറുകൾ കെട്ടിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി വരുതിയിലായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മേലേക്ക് ഇത് ചാടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പൂർണ്ണമായി ഇവിടുന്ന് നീക്കി എന്ന് കരുതിയാൽ മാത്രമേ നമുക്ക് ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ കഴിയൂ. കാരണം അല്പസമയം മുൻപ് വരെ വളരെ പ്രകോപിതനായിക്കൊണ്ടാണ് ഈ പോത്ത് ഈ വാഹനങ്ങളൊക്കെ തള്ളിമറിച്ചിടുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടി മറിയുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിനെ ഇവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5:15 ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്ക് കയറിയ ഒരു പോത്താണ്. അപ്പോൾ മുതൽ തന്നെ ഈ ഹോട്ടലിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. നിരവധി അതിഥികളടക്കം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും പുറത്തേക്ക് ഇറങ്ങാത്തതിനാൽ, അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാത്തതിനാൽ വലിയൊരു ആശങ്ക ഒഴിവായി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോഴും പക്ഷേ ഇവിടെ നിന്ന് പൂർണ്ണമായി നീക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ 4 കാലുകളും വടം കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടെങ്കിലും കണ്ടോ, ഇപ്പോൾ വീണ്ടും ഇതിങ്ങനെ പ്രകോപിതനായി എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വരുതിയിലായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പാലക്കാട് ഫയർഫോഴ്സ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഖിലി, ഈ അറക്കാനായി കൊണ്ടുവന്ന പോത്താണ് എന്നാണ് നേരത്തെ സംസാരിച്ച ആളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. ഈ കടക്കാരോടോ മറ്റോ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു? എന്താണ് അവർ പറയുന്നത്? എന്താണ് ഇങ്ങനെയൊരു പുലർച്ചെ സമയമായതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല, എന്നാലും വലിയൊരു ഭീതി ആ നഗരം മുഴുവൻ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ ഇങ്ങനെ ഓടിപ്പോകാനുള്ള സാഹചര്യം, അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താ?
റിജിത്ത്, ഇതിന്റെ അറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. കാരണം അതിന്റെ ചെവിയുടെ ഭാഗത്ത് ഈ അതിന്റെ പേര് വിവരങ്ങൾ കൊണ്ടുവന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ അങ്ങനെ രേഖപ്പെടുത്താറുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അത് അറക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോത്താണ് എന്നുള്ളത് തന്നെ. എന്തായാലും അത് ഈ ഒരുമിച്ച് കൂട്ടത്തോടെയാണ് ഇവയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ്. വാഹനത്തിൽ നിന്ന് നേരെ ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്നൊരു ഓട്ടോറിക്ഷ തകർക്കുന്ന സാഹചര്യമുണ്ട്. ഓട്ടോറിക്ഷ കുത്തിമറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെയാണ് ഈ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്ക്, നഗരത്തിൽ തന്നെയുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിനകത്തേക്ക് ഇത് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് നേരെ ഈ ഹോട്ടലിനകത്തേക്ക് എത്തുകയും തുടർന്ന് ഇതിനുള്ളിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇതിനെ ഇവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് സംഘം. 4 കാലുകളും ബന്ധിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടത്തുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ശാന്തമായി കിടക്കുകയാണ് ഈ പോത്ത്, പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് നടത്തുമ്പോഴാണ് അത് പ്രകോപിതനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ശ്രമം, ഒരു അപകടകരമായിട്ടുള്ള ശ്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ കരുതലോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഇതിനെ മാറ്റാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. നമുക്ക് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കാം. എപ്പോഴാണ് ഫയർഫോഴ്സ് സംഘം ഇവിടെ? നമ്മളൊരു 7:15 ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് വിളിച്ചിട്ടുണ്ടായത് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന്. നമ്മുടെ ഹോട്ടലിൻ്റെ ഏറ്റവും ഭാഗത്ത് മുൻഭാഗത്ത് കോർണറിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നതും ഞങ്ങൾ പുറത്തൂടെ പോയിട്ട് റോപ്പ് ഇടാൻ നോക്കി. പക്ഷേ അവിടെ നിന്ന് റോപ്പ് കിട്ടതും അത് കാട്ടുപോത്തിനേക്കാൾ സ്പീഡിലാണ് അവർ ഓടി വന്നത്. മാറിയിട്ട് നേരെ ഓരോ കോമളിൽ കയറി അവിടെ നിന്ന് ഞങ്ങൾ ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് നേരെ ഓടി വന്ന് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഷെമീർ പറഞ്ഞ മുകളിൽ കയറി പിന്നെ ലൂപ്പിട്ടിട്ട് അതിനെ കെട്ടി ഒതുക്കി വെച്ചു. പിന്നെ ഇപ്പം നേരം കണ്ടുള്ള ഇതൊക്കെ പരിപാടിയാണ്. നിങ്ങൾ വരുമ്പോൾ മുന്നിലായിരുന്നു? ഹോട്ടലിൽ ഏറ്റവും കോർണറിലായിരുന്നു. കോർണറിൽ ഒരു പോത്ത് ഒതുങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഓട്ടോറിക്ഷ കുത്തി മറിച്ചു കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കൺട്രോളിലാണ്. ഇനിയിപ്പോൾ വെറ്ററിനറി ഹോസ്പിറ്റലിൽ അവർ ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ വെക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇനി ഉദ്ദേശിക്കുന്നത്. ഇഞ്ചക്ഷൻ വെച്ച് അവർ കൊണ്ടുവന്നു. അതാണ് നമ്മളുടെ റിസ്ക്. ഇത് സേഫ് ആക്കാന്നുള്ളതാണ്. ഇത് പുറത്ത് പോയിരുന്നെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. നേരിട്ട് വരുന്ന എന്ത് വന്ന് ഇടിച്ച് തകർക്കളയും. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രവണതയാണ് ഉള്ളത് അല്ലേ? അതാണ്. നമ്മൾ നേരിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കയറിയപ്പോൾ എല്ലാവരും മാറിയോണ്ട് രക്ഷപ്പെട്ടാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ വെറ്ററിനറി ഡോക്ടർമാർ എത്തിയ ശേഷം അവർ മരുന്ന് വെച്ച ശേഷം, മയക്കുമരുന്ന് വെച്ച ശേഷം ഇവിടുന്ന് കൊണ്ടുപോകും. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഡോക്ടർമാർ എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഇവർ വളരെ സേഫ് ആക്കിയിട്ട് അതിനെ ഒരു വടം കൊണ്ട് ബന്ധിച്ച് 4 വടങ്ങൾ ഉപയോഗിച്ച് അതിനെ ബന്ധിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര മണിയോട് കൂടി ഇവിടെ എത്തിയത്? 7:45 എന്തായിരുന്നു അപ്പോൾ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എരുമ അല്ലെങ്കിൽ പോത്ത് അവിടെ ആ മതിലിൻ്റെ ഫ്രണ്ടിൽ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ കാണുമ്പോൾ ശാന്ത സ്വഭാവമായിരുന്നു ഞങ്ങൾ. പക്ഷെ എന്നാൽ ഞങ്ങൾ സേഫ്റ്റി എടുത്തിട്ട് മതിലിലൂടെ SBI ബാങ്കിൻ്റെ പുറകിലൂടെ വന്ന് നമ്മൾ റോപ്പ് കെട്ടാൻ നോക്കുന്ന സമയത്ത് അത് എല്ലാവരെയും ഇടിച്ചു തെറിപ്പിക്കുന്ന രീതിയിലാണ് അത് ഓടി ഈ ഭാഗത്തോട്ട് വന്നത്. പിന്നെ ആള് ഇവിടെ ഈ സ്പേസ് എത്തിയപ്പോഴാണ് ഇതിന് വേറെ ഓടാനുള്ള സ്ഥലമില്ലാതെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാരെല്ലാം ഫ്രണ്ടിൽ നിന്ന് ഒരാൾ മുകളിൽ കയറി അങ്ങനെ ഒരു ലോക്ക് ചെയ്തു, 2ാം വർഷം ലോക്ക് ചെയ്തു. പിന്നെ റോപ്പ് ഉപയോഗിച്ചിട്ട് ബന്ധിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ആ റോപ്പ് നമ്മൾ ഇവിടുത്തെ ലൂപ്പ് ഉണ്ട്, ആ ലൂപ്പ് ഇട്ടിട്ട് ലോക്ക് ചെയ്താൽ കഴുത്തിലൂടെ ലോക്ക് ചെയ്തു. കഴുത്തിൽ ലോക്കാക്കിയിട്ട് മുകളിൽ മതിൽ കെട്ടി വെച്ചതാണ്. ഇപ്പൊ ലോക്കാണോ അത്? 4 കാല് ഇനി പേടിക്കണ്ട. ഇനിയിപ്പോൾ 2 കാല് ലോക്കാണല്ലോ, ഇനി എണിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് വേറെ അപകടങ്ങളൊന്നുമില്ല. ജീവന് പോത്തിന്റെ ഭീഷണി ഇല്ല, പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. മുഖത്ത് എന്തൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്? വഴിക്ക് ഓട്ടോനെയൊക്കെ ഇടിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞില്ല. ഓട്ടോയും ഇവിടുന്ന് 2-3 ബൈക്കൊക്കെ ഇവിടെ തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഞങ്ങൾ വരുമ്പോൾ തന്നെ മുറിവുണ്ടായിരുന്നു. എന്തായാലും ഇതിനകത്ത് കയറിയതുകൊണ്ട് രക്ഷപ്പെട്ടാണ്. ഇത് പുറത്താണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ വരും. അങ്ങനെ ഇതിന് മുന്നിൽ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അത്രയും ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റും പവറും ആയിരിക്കും ആ സാധനം. തീർച്ചയായിട്ടും റിജിത്ത്, ഇപ്പോൾ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിനകത്തേക്ക്, ഈ ഹോട്ടലിനകത്തേക്ക് ഇത് പ്രവേശിച്ചത് ഒരു തരത്തിൽ ഭാഗ്യമായി എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ പുറത്തായിരുന്നെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായേനെ. കാരണം ഈ പോത്ത് കാണിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് തന്നെ ആളുകളെ ഇങ്ങനെ കുത്തിമറിക്കുക, ഇടിച്ചിടുക എന്നുള്ളതൊക്കെയാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു പ്രവണത. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേനെ. കൂടുതൽ ആളുകളെയൊക്കെ ഇടിക്കുക. ശരി, നിഖിൽ പ്രമേഷാണ് ആ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്കാണ് വിരണ്ടോടിയ പോത്ത് ഓടിക്കയറിയത്. പുലർച്ചെ 5-5:30 സമയത്താണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല, ഒഴിവായി എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഈ വിരണ്ടോടുന്നതിനിടയിൽ ഓട്ടോറിക്ഷ അടക്കം കുത്തിമറിച്ചിട്ടുണ്ട് പോത്ത് എന്നാണ് പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. അവരുടെ പ്രതികരണവും നമ്മൾ കേട്ടിരുന്നു. ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് എത്തും, അതിനുശേഷം ഇഞ്ചക്ഷൻ നൽകി പോത്തിനെ മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്.